നമസ്കാരം. റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. ബാഴ്സയുടെ മിസൈൽ ആക്രമണ നിര യൂറോപ്പിൽ പ്രകമ്പനം തീർക്കുന്ന കാഴ്ചയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഗോളടിക്കുന്ന റാഫീഞ്ഞ, ഗോളടിക്കുന്ന ലെവൻഡോസ്കി, മിന്നിക്കത്തി കളിക്കുന്ന ലാമിൻ യമാൽ, എല്ലാവരും കൂടി അങ്ങ് പൊളിച്ചെടുക്കുകയാണ്. ഈ സീസണിൽ യുവേഫ ചാമ്പ്യൻസ് ലീഗിൽ ഇതുവരെ 6 റൗണ്ട് മത്സരങ്ങൾ കഴിയുമ്പോൾ ഏറ്റവും അധികം ഗോളുകൾ അടിച്ച ടീം ഏതാ? ഏറ്റവും അധികം ഗോൾ അടിച്ച താരം ഏത് ടീമിൻ്റേതാ? ഏറ്റവും അധികം ഗോളടിച്ച രണ്ടാമത്തെ താരം ഏത് ടീമിലാ? ഒറ്റ ഉത്തരവേ ഉള്ളൂ, എഫ് സി ബാഴ്സലോണ. ബാഴ്സലോണ ഇപ്പോൾ യുവേഫ ചാമ്പ്യൻസ് ലീഗിൽ 2ാം സ്ഥാനത്താണ്. ഇന്നലെ ബൊറൂസിയ ഡോട്ട്മുണ്ടിനെ തോൽപ്പിച്ചതോടെ 6 കളികളിൽ നിന്ന് 5 വിജയവും 1 തോൽവികളുമായിട്ട് 15 പോയിൻറ്റോടെ അവർ 2ാം സ്ഥാനത്താണെങ്കിൽ, ഇത്രയും കളികളിൽ നിന്നെല്ലാം വിജയിച്ച് എല്ലാ കളിയും വിജയിച്ച ഒരേ ഒരു ടീമേ ഉള്ളൂ, അത് ലിവർപൂളാണ്. 18 പോയിൻറ്റോടെ അവരാണ് ഒന്നാമത്. പക്ഷേ ഗോളടിയുടെ കാര്യത്തിലോ ബാഴ്സയെ വെല്ലാൻ മറ്റാരുമില്ല എന്നതാണ് യാഥാർത്ഥ്യം. ഈ സീസണിൽ ഇതുവരെ യുവേഫ ചാമ്പ്യൻസ് ലീഗിൽ കളിച്ച 6 കളികളിൽ നിന്ന് അവർ അടിച്ചു കൂട്ടിയത് 21 ഗോളുകളാണ്. രണ്ടാമതുള്ള ടീം 18 ഗോളുകളുമായിട്ട് ഡോട്ട്മുണ്ടാണ് എന്ന കാര്യം കൂടി അറിയുക. ഏതായാലും ആ ഡോട്ട്മുണ്ടിനെയാണ് ഇന്നലെ ഒരു തകർപ്പൻ പോരാട്ടത്തിൽ ബാഴ്സലോണ പരാജയപ്പെടുത്തിയിരിക്കുന്നത്. ഒന്നാമതുള്ള, അതായത് പോയിൻ്റ് പട്ടികയിൽ 1ാം സ്ഥാനത്തുള്ള ലിവർപൂളിന് 13 ഗോളുകളാണ് ഈ സീസണിൽ അടിക്കാൻ കഴിഞ്ഞതെങ്കിൽ ബാഴ്സലോണ 21 ഗോളുകളുമായിട്ട് ഗോളടിയുടെ കാര്യത്തിൽ കാതങ്ങൾ മുന്നിലാണ്. ബാഴ്സലോണയുടെ കളിയുടെ കണക്കുകൾ നോക്കിയാൽ യുവേഫ ചാമ്പ്യൻസ് ലീഗിൽ 6 മത്സരങ്ങൾ ഈ സീസണിൽ കളിച്ചിട്ട് 5 വിജയവും 1 തോൽവിയും. 83.3% വിന്നിങ് എഫിഷ്യൻസി എന്ന് പറഞ്ഞാൽ സെക്കൻഡ് ഇൻ ദി ലീഗ്. 21 ഗോളുകൾ അവരടിച്ചു എന്ന് പറഞ്ഞാൽ പെർ ഗെയിം 3.5 ഗോളുകൾ അവർ അടിച്ചു കൂട്ടുന്നു എന്നർത്ഥം. 7 ഗോളുകളെ അവർ കൺസീഡ് ചെയ്തിട്ടുള്ളൂ. ഓരോ മത്സരത്തിലും ആവറേജ് 4.3 ഷോട്ട്സ് ഓൺ ഗോൾ അവരെടുക്കുന്നുണ്ട്. സോ ഈ ഒരു ചാമ്പ്യൻസ് ലീഗ് ബാഴ്സലോണയെ സംബന്ധിച്ചിടത്തോളം 2018-19 സീസൺ മുതൽ ഇങ്ങോട്ടുള്ള കണക്കെടുത്താൽ ആ കാലഘട്ടങ്ങളിലെ UCL മത്സരങ്ങളിൽ അവർ നേടിയ ഗോളുകളേക്കാൾ കൂടുതൽ ഗോളുകൾ ഇപ്പോൾ ഈ സീസണിൽ അടിച്ചു കൂട്ടിയിട്ടുണ്ട് എന്നർത്ഥം. ഇനി നമ്മൾ ആദ്യം പറഞ്ഞ കാര്യത്തിലേക്ക്, ഏറ്റവും അധികം ഗോളടിച്ച താരങ്ങൾ ആരാണ്, ഏത് ടീമിൻ്റെ താരങ്ങളാണെന്ന് ചോദിച്ചാൽ, ഒന്നാമത് റോബർട്ട് ലെവൻഡോസ്കി, FC ബാഴ്സലോണ. ഈ സീസണിലെ ചാമ്പ്യൻസ് ലീഗിലെ ടോപ്പ് സ്കോറേഴ്സിൻ്റെ ലിസ്റ്റാണ്. ഒന്നാമത് റോബർട്ട് ലെവൻഡോസ്കി, FC ബാഴ്സലോണ. രണ്ടാമത് റാഫീഞ്ഞ, FC ബാഴ്സലോണ. ലെവൻഡോസ്കി 7 ഗോളുകളാണെങ്കിൽ റാഫീഞ്ഞ 6 ഗോളുകളാണ്. റാഫീഞ്ഞക്കൊക്കെ ഒപ്പം പക്ഷേ രണ്ടാമത് ഗിറാസി ഉണ്ട്, അദ്ദേഹവും 6 ഗോളുകളാണ് നേടിയിട്ടുള്ളത് എന്ന കാര്യം മറക്കുന്നില്ല. മറ്റ് വമ്പൻ താരങ്ങളൊക്കെ അവർക്ക് പുറകിലാണ് എന്നുള്ള കാര്യം ശ്രദ്ധിക്കുക. ഏതായാലും ഇപ്പോൾ FC ബാഴ്സലോണയെ സംബന്ധിച്ചിടത്തോളം ഇനിയുള്ള മുന്നോട്ട് പോക്ക്, അവരുടെ കോച്ച് ഹൻസി ഫ്ലിക്ക് ഇന്നലെ മത്സരശേഷം പറഞ്ഞ പോലെ ടോപ്പ് 8 ഇടമുറപ്പാക്കുക, അടുത്ത 2 കളികളിൽ കാലിടറാതിരിക്കുക, ടോപ്പ് 8 സ്ഥാനം ഉറപ്പാക്കുക, റൗണ്ട് ഓഫ് 16 ഡയറക്റ്റ് ക്വാളിഫൈ ചെയ്യുക. അതാണ് ഇനിയുള്ള പോക്കിലെ പ്രധാനപ്പെട്ട ഭാഗം. അതിന് സാധിക്കും എന്ന പ്രതീക്ഷയിൽ ആരാധകർ കാത്തിരിക്കുന്നു. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സ് കൊണ്ടുവെത്താം.